നാളിതുവരെ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് തൻ്റെ പാർട്ടി അണികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. അത്തരത്തിൽ തോൽവി എന്തെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് കെ.സി. വേണുഗോപാൽ. ഇന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന നേതാവ്, AICCയുടെ ജനറൽ സെക്രട്ടറി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അടിതെറ്റിയ ഒരു ലോക്സഭാ മണ്ഡലമുണ്ട്. അത് ആലപ്പുഴയാണ്. AM ആരിഫിനെ വിജയിപ്പിച്ച ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. അവിടെ 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വന്നത് 1996 മുതൽ ആലപ്പുഴ നിയോജക മണ്ഡലത്തിന് സുപരിചിതനായ 2014 ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വന്ന, തോൽവി ഇതുവരെ തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് കെ.സി. വേണുഗോപാലായിരുന്നു. എന്നാൽ സംഘടനാ ചുമതലയുടെ ഭാരം കൊണ്ട് 2019 അവിടെ ഷാനിമോൾ ഉസ്മാനെ സ്ഥാനാർത്ഥിയാക്കി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലും ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായ ഇടം നൽകേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ടും ഷാനിമോൾ ഉസ്മാനെ ആലപ്പുഴയിലേക്ക് സ്ഥാനാർത്ഥിയായി നിയോഗിച്ചു. കെ.സി. വേണുഗോപാൽ മാറി നിന്നു. സംഘടനാ ചുമതല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിരുന്നു. കൂടാതെ വയനാട്ടിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ കേരളത്തിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്ത രാഹുൽ ഗാന്ധിക്ക് എല്ലാ കാര്യങ്ങളും പിന്നിൽ നിന്ന് സഹായം ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും AICC ജനറൽ സെക്രട്ടറി എന്ന തരത്തിൽ കെ.സി. വേണുഗോപാലിനുള്ളത് കൊണ്ട് അദ്ദേഹം അക്കുറി മത്സരിച്ചില്ല. കെ.സിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരുന്ന ആലപ്പുഴ പക്ഷേ ഷാനിമോൾ ഉസ്മാനെ അങ്ങനെ ചേർത്തു വെച്ചില്ല എന്ന് തന്നെ പറയേണ്ടതായുണ്ട്. AM ആരിഫാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ജയിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അതായത് ആലപ്പുഴ മാത്രമാണ് ഇടതുപക്ഷത്തെ ആ തെരഞ്ഞെടുപ്പിൽ ചേർത്തു പിടിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AM ആരിഫ് അന്ന് നേടിയത് 4,45,981 വോട്ടുകളായിരുന്നു. 40.96% വോട്ട് നേടി. 3.41% വോട്ടിന്റെ കുറവുണ്ടായിരുന്നുവെങ്കിൽ പോലും ഷാനിമോൾ ഉസ്മാനേക്കാൾ 10,474 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു AM ആരിഫ് വിജയിച്ചത്. എന്നാൽ 2014 കെ.സി. വേണുഗോപാൽ സ്ഥാനാർത്ഥിയായപ്പോൾ അന്ന് 4,62,525 വോട്ടുകൾ കെ.സി. വേണുഗോപാൽ കരസ്ഥമാക്കി. 46.31% വോട്ടുകൾ അദ്ദേഹം നേടി. അന്ന് 19,407 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. 2019 കോൺഗ്രസിനെ സഹായിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതും BJP അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ള പൊതുബോധമൊക്കെ കോൺഗ്രസിനെ ആ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചു എന്ന് തന്നെ പറയാം. എന്നിട്ടും ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെട്ടു. പക്ഷേ ഇങ്ങനെ ഒരു പിൻബലവുമില്ലാത്ത കാലയളവിലായിരുന്നു 19,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കെ.സി. വേണുഗോപാൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയായ പുന്നപ്രയും വയലാറുമൊക്കെ അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചത്. 1987 KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റും പിന്നീട് 1996 കാലഘട്ടത്തിൽ ആദ്യമായി ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുവാൻ വരുമ്പോൾ അന്ന് ഇടതിന്റെ കോട്ടയായിരുന്ന ആലപ്പുഴ ഒരു ചെറുപ്പക്കാരന് നൽകാം എന്ന ബോധ്യത്തോടു കൂടി 96 കെ.സി. വേണുഗോപാലിനെ ഏൽപ്പിക്കുന്നു കോൺഗ്രസ്. വിജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. കാരണം അത് ആലപ്പുഴയാണ്. കയർ തൊഴിലാളികളുടെ, നെൽകർഷകരുടെ ചെങ്കൊടി അങ്ങനെ പാറിപ്പറക്കുന്ന ആലപ്പുഴയാണ്. ആ ആലപ്പുഴയിൽ മൂവർണ്ണക്കൊടി പാറിക്കുവാൻ കഴിയുന്ന ഒരു നേതാവ് അന്ന് കോൺഗ്രസിൽ ഇല്ല എന്ന ഒരു തോന്നലിന് പുറത്താകണം കെ.സി. വേണുഗോപാലിന് അന്ന് ആലപ്പുഴ നൽകിയത്. പക്ഷേ ഞെട്ടിക്കുന്ന വിജയമായിരുന്നു അന്ന് കെ.സി. വേണുഗോപാൽ അവിടെ നടത്തിയത്. ചെമ്മണ്ണിൽ അങ്ങനെ മൂവർണ്ണക്കൊടി പാറിപ്പറപ്പിക്കുവാൻ കഴിയുന്ന കരുത്താർന്ന കൈകളായിരുന്നു കെ.സി. വേണുഗോപാലിൻ്റെത്. 1996-ലും 2001-ലും 2006-ലും 2009-ലും ഒക്കെ ആലപ്പുഴയുടെ മണ്ണിൽ തന്നെ അങ്ങനെ മൂവർണ്ണക്കൊടിയുമായി നിൽക്കുക തന്നെയായിരുന്നു കെ.സി. വേണുഗോപാൽ. ആലപ്പുഴ നാളിതുവരെ അദ്ദേഹത്തെ ചതിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇക്കുറിയും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കെ.സി. വേണുഗോപാൽ. കെ.സിയേക്കാൾ കൂടുതൽ ആത്മവിശ്വാസം ആലപ്പുഴയിലെ കോൺഗ്രസുകാർക്കാണ്. ആദ്യഘട്ടത്തിൽ AM ആരിഫ് വിജയമുറപ്പിച്ചു എന്ന് തന്നെ തീർത്തു പറയുവാൻ കഴിയുന്ന ഒരിടമായിരുന്നു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. അവിടെ A ഷുക്കൂറിന്റെ പേരുകൾ വന്നെങ്കിലും, സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കം പേരുകൾ വന്നെങ്കിലും, അതിനൊക്കെ അപ്പുറത്തേക്ക് ആലപ്പുഴയിലെ കോൺഗ്രസുകാർക്ക് ആത്മവിശ്വാസം പകരുവാൻ കെ.സി. തന്നെ വേണമെന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തി. കാരണം
കെ സിക്ക് മാത്രമേ ആലപ്പുഴയിൽ വേരുറപ്പിക്കുവാൻ കഴിയൂ എന്ന ബോധ്യം ഹൈക്കമാൻഡിനും കേരളത്തിലെ കോൺഗ്രസിനും ആലപ്പുഴക്കാർക്കും ഉണ്ടായിരുന്നു. കെ സി എത്തിയതോടുകൂടി ആലപ്പുഴയിലെ കോൺഗ്രസിന്റെയും ആലപ്പുഴയിലെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെയും മുഖച്ഛായ ആകെ മാറി എന്ന് തന്നെ പറയാം. എ എം ആരിഫിന് മുൻതൂക്കമുണ്ടായിരുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇപ്പോൾ കെ സിക്ക് മുൻതൂക്കമുള്ള മണ്ഡലമായി എന്ന് തന്നെ പറയേണ്ടതായുണ്ട്. എ എം ആരിഫിനോട് കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുന്നു എന്ന കാര്യം അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹത്തോട് മത്സരിക്കാനാണ് കഴിഞ്ഞ തവണ എന്നെ തീരുമാനിച്ചത്, അല്ലാതെ സിറ്റിംഗ് എം പി ആയ കെ സി വേണുഗോപാലിനെതിരായിട്ടല്ലേ എന്നെ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോൾ പിന്നെ അത് പറയേണ്ട കാര്യമില്ല. കേരളം കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭയായ ഭരണാധികാരി ഗൗരിയമ്മയാണ്. ഗൗരിയമ്മയോട് മത്സരിച്ചാണ് ഞാൻ ജയിച്ചത് 2006. അപ്പോൾ കെ സി വേണുഗോപാലും ഗൗരിയമ്മയായിട്ടൊക്കെ കമ്പയർ ചെയ്താൽ ഗൗരിയമ്മയേക്കാൾ വലുതൊന്നും അല്ലല്ലോ. പിന്നെ അദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിക്കാതിരിക്കുന്നതിന് ന്യായം പാർട്ടി പറഞ്ഞൊരു ന്യായം അദ്ദേഹത്തിന് ഭാരിച്ച ഉത്തരവാദിത്വം ഉണ്ടെന്നാണ്. അതിനുശേഷം ഇപ്പോൾ ഉത്തരവാദിത്വം കൂടി, ഇപ്പോൾ ഓർഗനൈസേഷണൽ സെക്രട്ടറി ആയി. പിന്നെ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിൻ്റെ കൺവീനറോ മറ്റോ കോർഡിനേറ്ററോ ആണ് അദ്ദേഹം. വിവിധ സംസ്ഥാനങ്ങളിലെ പടലപ്പിണക്കങ്ങൾ തീർക്കുന്നതിൽ അദ്ദേഹമാണ് പങ്കുവഹിക്കുന്നതെന്നാണ് കാണുന്നത്. ഉത്തരവാദിത്തം കൂടിയപ്പോൾ അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ വരുന്നുവെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിക്കാതിരുന്നതിന് എന്തെങ്കിലും പറഞ്ഞ ന്യായമല്ലാതായി മാറും. അതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം വന്നാലും ആര് വന്നാലും LDF ആലപ്പുഴ മണ്ഡലത്തിൽ ജയിക്കുന്നുള്ള കാര്യത്തിൽ 101% എനിക്ക് നല്ല ആത്മവിശ്വാസവും. 2019 അദ്ദേഹം മത്സരിക്കാതിരുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സംഘടനാ ചുമതലയും മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വയനാട് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. വയനാടിൻ്റെ MP ആയി കഴിഞ്ഞ 5 വർഷ കാലഘട്ടമായി അദ്ദേഹം അവിടെയുണ്ട്. അതുമാത്രമല്ല, ഈ അവസ്ഥയിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളും നേടിയെടുക്കേണ്ട ആവശ്യകത കോൺഗ്രസിനുള്ളത് കൊണ്ട് തന്നെ ആലപ്പുഴയിൽ കെ സി തന്നെ മത്സരിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു കോൺഗ്രസ്. അപ്പോൾ അവിടെ ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, 4 സീറ്റുകൾ കൂടി നേടിയാൽ രാജ്യസഭയിൽ മികച്ച ഭൂരിപക്ഷം നേടുവാൻ പോകുന്ന BJPക്ക് രാജസ്ഥാനിലെ രാജ്യസഭാ അംഗമായിരിക്കുന്ന കെ സി വേണുഗോപാൽ അവിടം വിട്ടു വന്നാൽ അത് BJPക്ക് അനുകൂലമായൊരു തീരുമാനമാണ് എന്ന തരത്തിലേക്കാണ് ഇടതുപക്ഷം ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകില്ല എന്ന ഉറപ്പ് കെ സി നൽകുന്നുമുണ്ട്. 2026 ജൂൺ 1 വരെ കാലാവധിയുള്ള കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ വിജയിക്കുവാൻ സാധ്യതയേറെയാണ്. അങ്ങനെ ആലപ്പുഴയിൽ വിജയിച്ച് MP ആയാൽ അദ്ദേഹം രാജ്യസഭാ സീറ്റ് ഒഴിയേണ്ടി വരും. രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞാൽ പിന്നീട് അവിടെ ആര് വരും എന്നത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. എ എം ആരിഫിന്റെ ഒന്നാം ഘട്ട പ്രചരണവും ശോഭാ സുരേന്ദ്രന്റെ പ്രകടനങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കെ സി വേണുഗോപാൽ കളത്തിലിറങ്ങിയത്. എന്നാൽ കെ സി വേണുഗോപാൽ ഉണ്ടാക്കിയ തരംഗം ചെറുതൊന്നുമല്ല. വടകരയിൽ ഷാഫി പറമ്പലിന് ലഭിച്ച അത്ര തന്നെ വലിയ സ്വീകാര്യതയായിരുന്നു കെ സി വേണുഗോപാലിന് ആലപ്പുഴയിലും ലഭിച്ചത്. അത് ആരിഫ് ഭയക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. കെ സിയെ എല്ലാ കാലത്തും ഇരുകയും കൂട്ടി സ്വീകരിച്ചിട്ടുള്ള ആലപ്പുഴ ഇക്കുറിയും അങ്ങനെ ചെയ്യുവാനും സാധ്യതകൾ ഏറെയാണ്. അതും ആരിഫ് ഭയക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. ചെറിയ ഒരു എതിരാളിയല്ല കെ സി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും കരുത്താർന്ന മുഖമാണ് കെ സി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല തീരുമാനങ്ങളും എടുക്കുന്ന ശക്തനായ നേതാവാണ് കെ സി. ആ രണ്ടക്ഷരത്തിന് ഇന്ന് കോൺഗ്രസിന്റെ കരുത്ത് എന്നുകൂടി അർത്ഥമുണ്ട്. ആ കരുത്താണ് എ എം ആരിഫിനെതിരായി മത്സരിക്കുന്നത്. ആകെ എലിഞ്ഞിരുന്ന ഏക കനലായ എ എം ആരിഫിനെ കെടുത്തുവാൻ കഴിയുന്ന ശക്തമായ ഒരു പ്രളയം തന്നെയാണ് കെ സി എന്ന് പറയേണ്ടതായുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ പ്രകടനമാണ് എന്നിരുന്നാലും ആലപ്പുഴയിൽ ആര് ജയിക്കും എന്നതിൽ കൃത്യമായ ഒരു രേഖ നൽകുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, റോഡിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ എലിവേറ്റഡ് ഹൈവേ വരേണ്ടടുത്ത് അത് ഉണ്ടായിട്ടില്ല ഇവിടെ. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇടതുപക്ഷം ഇവിടെ പരാജയമാകത്തതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് തന്നെ ജയിക്കും. കോൺഗ്രസ് തന്നെ കെ സി നിന്നാലും ജയിക്കും, തർക്കമില്ല. അതിനൊരു തർക്കവും. ഏറ്റവും ഒടുവിൽ വന്നെങ്കിൽ പോലും കളം പിടിക്കാൻ കഴിയുന്ന കരുത്തനാണ് കെ സി വേണുഗോപാൽ എന്ന ഉറച്ച ബോധ്യം എ എം ആരിഫിനും. ആകെ എരിഞ്ഞു നിൽക്കുന്ന ആലപ്പുഴയിലെ ഒരു കനൽ അണയ്ക്കേണ്ട ഉത്തരവാദിത്തം, അത് വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ് കെ സിയുടെ. ആറ്റിങ്ങലിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വോട്ടുകൾ ശേഖരിച്ച ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJPയും ഉള്ളത്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസം. ത്രികോണ മത്സരമാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ അറിയേണ്ടതുണ്ട്. എന്നാലും മൂവരും ആലപ്പുഴയുടെ തട്ടകത്തിൽ കരുത്താർജിച്ച് തന്നെ നിൽക്കുകയാണ്.